നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് തലനീരിറക്കമാണ് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലനീരിറക്കം ഇല്ലാതിരിക്കാനായിട്ടുണ്ട് പല എണ്ണകളും നമുക്ക് തരാറുണ്ട്. പക്ഷേ ആക്ച്വലി ഒരു എണ്ണയും തലനീരിറക്കം ഇല്ലാതിരിക്കാനായിട്ടുള്ള എണ്ണകൾ ഉൾപ്പെടെ ഒരു എണ്ണകളും യൂസ് ചെയ്യാതിരിക്കുകയാണ് ആദ്യത്തെ നടപടി. ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ എടുത്തിട്ടുണ്ട്. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി, ഒറ്റമൂലി ചികിത്സകൾ, അങ്ങനെ ഒരുപാട് പ്രകൃതി ചികിത്സ, ഒരുപാട് ചികിത്സകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴാണ് നമുക്ക് ബോധോദയം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളായിട്ട് ടാബ്ലറ്റ്സ് എടുത്തിട്ടും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് തലവേദന കുറയാത്തത്? അങ്ങനെയാണ് നോക്കുമ്പോൾ നമ്മൾ സ്വയം നോക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് എനിക്ക് തലവേദന കുറയാത്തത്? അങ്ങനെയാണ് നമ്മൾ അറിയുന്നത് മൈഗ്രെയിൻ എന്നുള്ളത്. ഞാൻ ഷീസോയിൻ്റെ ടാബ്ലറ്റ്സ് വരെ യൂസ് ചെയ്തിട്ടുണ്ട് മൈഗ്രെയിൻ കുറയായിട്ട്. അതും കൂടാതെ പെയിൻ കില്ലർ എടുക്കും. അങ്ങനെ ഒരുപാട് നാളത്തെ സഫറിങ്ങിന് ശേഷമാണ് ഞാൻ മനസ്സിലാവുന്നത് നോർമലി ഇത് മൈഗ്രെയിൻ എന്നുള്ളതല്ല, തലനീരിറക്കം എന്നുള്ള പ്രശ്നമാണ് എനിക്കെന്നുള്ളത്. എന്നെപ്പോലെ തന്നെ ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതും. ഒന്നാമത്തെ കാര്യം ഒരു എണ്ണയും യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, കുളി കഴിഞ്ഞാൽ ഉടനെ നന്നായിട്ട് തല തുവർത്താം. തല കെട്ടിവെക്കുന്ന ശീലമുള്ളവരൊക്കെ ആണെങ്കിൽ അത് തലമുടി ഇങ്ങനെ കെട്ടിവെക്കില്ലേ കുളിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യാതിരിക്കുക. നന്നായി തുവർത്തിയതിനു ശേഷം കുറച്ച് രാസനാദിപ്പൊടി എടുത്തിട്ട് നെറുകയിൽ തേക്കുക. തലയുടെ ഈ ഭാഗത്ത് തൊട്ട് നോക്കി നമുക്ക് അറിയാം ഒരു കുഴിയുണ്ട്. ആ ഭാഗത്തു കൂടി രാസനാദിപ്പൊടി ഇവിടെ എങ്ങനെയാണോ തിരുമ്പി ചേർത്തത് അതുപോലെ തന്നെ ഈ ബാക്കിലും ഒന്ന് തിരുമ്പി കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ആവി പിടിക്കുക എന്നുള്ളതാണ്. ആവി പിടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി അറിയുന്നത് ഫേസിൽ ആവി പിടിക്കുക എന്നുള്ളതായിരിക്കും. നമ്മുടെ നെറ്റിയിൽ അല്ലെങ്കിൽ മൂക്ക് അടഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വായ തുറന്നു വെച്ച് ആവി പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലും ആവി പിടിക്കുക എന്നുള്ളത് പറയാറുണ്ട്. പക്ഷേ നിങ്ങൾ എപ്പോഴൊക്കെയും ഫേസിൽ ആവി പിടിക്കുന്നുണ്ടെങ്കിൽ തല തിരിഞ്ഞു വരുന്നുണ്ട്, അതായത് ഈ പുറകുവശത്ത് കൂടി ആവി പിടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ സ്റ്റീമറൊക്കെ യൂസ് ചെയ്യുക അല്ലേ? ഇപ്പോൾ ആരും വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചിട്ടൊന്നുമല്ലല്ലോ ആവി പിടിക്കുന്നത്, സ്റ്റീമർ യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ എപ്പോഴാണ് ഫേസിൽ നിങ്ങൾ ആവി പിടിക്കുന്നത് അതേപോലെ തന്നെ അത്രയും സമയം നിങ്ങൾ ബാക്കിൽ കൂടി, തലയുടെ ബാക്കിൽ കൂടി, അതായത് ഈ കഴുത്തിൻ്റെ ബാക്കിൽ കൂടിയിട്ട് ആവി പിടിക്കണം. നമുക്ക് നീരിറക്കമുള്ളവർക്ക് അറിയാൻ പറ്റും, പെയിൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കഴുത്തിൻ്റെ ഈ രണ്ട് സൈഡിലുള്ള ഞരമ്പുകൾ വേദനിക്കുക, വെയിൻസ് ഒക്കെ ഇങ്ങനെ കടച്ചിറങ്ങുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ തലയുടെ ബാക്കിൽ നിന്ന് ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ സ്വല്പം ഒരു കുഴിഞ്ഞിൻ്റെ ഭാഗത്തിൽ നിന്ന്, അതായത് നമ്മൾ സെർവിക്കൽ പ്രോബ്ലം, നമുക്ക് സെർവിക്കൽ സ്പോണ്ടിലൈസിസ് ഒക്കെ ഉള്ളവർക്കറിയാം, ഇവിടെ നിന്ന് ഈ കഴപ്പ് ഇങ്ങനെ തോന്നുന്ന നമുക്ക് അറിയാൻ പറ്റും. ഇതൊക്കെ നീരിറക്കം കൊണ്ടും സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ട് ഫേസിൽ ആവി പിടിക്കുന്ന അതേ സമയം തന്നെ നമ്മൾ ബാക്കിൽ കൂടി ആവി പിടിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം. നാലാമത്തെ കാര്യം, നമ്മൾ കിടക്കുന്നത് ദിവാൻ കോട്ടിൽ ആയിരിക്കരുത് എന്നുള്ളതാണ്. പലപ്പോഴും എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ഞാൻ വായിക്കാനൊക്കെ ആയിട്ട് കിടക്കുന്ന സമയത്ത് ദിവാൻ കോട്ടിലാണ് കിടക്കുക, തല ഉയർത്തി വെച്ചിട്ട് കിടന്ന് വായിക്കാറുണ്ട്. പക്ഷെ അത് വായിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരിക്കും. ഉറക്കം ഉണരുന്നത് ഭയങ്കര പെയിനായിട്ട് കൂടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സെർവിക്കൽ പ്രോബ്ലം ഉള്ളവരായിക്കഴിഞ്ഞാലും അല്ലാത്തവരായിക്കഴിഞ്ഞാലും ദിവാൻ കോട്ട് യൂസ് ചെയ്യരുത് എന്നുള്ളതാണ്. തലവേദനയുള്ളവർ ദിവാൻ കോട്ട് യൂസ് ചെയ്യരുത്. പിന്നെ ഒരു അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലയണ ഒട്ടും തലയണ വെക്കാതെ കിടക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ പലരും പറയുന്ന ഡോക്ടേഴ്സൊക്കെ കേട്ടിട്ടുണ്ട് വളരെ കനം കുറഞ്ഞത് നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ ഒട്ടും നിങ്ങൾ പില്ലോ യൂസ് ചെയ്യേണ്ട. ഈവൻ നമ്മൾ കൈ വെച്ച് പോലും ഇങ്ങനെ കിടക്കണ്ട. ഓക്കെ. പിന്നെ ആറാമത്തെ കാര്യം, നമ്മൾ ഹെഡ്സെറ്റ് അധികം യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പാട്ടുകൾ കേൾക്കുമ്പോഴായിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴായിക്കഴിഞ്ഞാലും ഹെഡ്സെറ്റ് അധികം യൂസ് ചെയ്യാതിരിക്കുക. ഹെഡ്സെറ്റ് അധികം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തലവേദന ട്രിഗർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് വെയിലേൽക്കാതിരിക്കാൻ മിക്കവരും ശ്രദ്ധിക്കാറുണ്ട്. പലപ്പോഴും വെയിലേൽക്കാതിരിക്കാനുള്ള ഒരു കാര്യം കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. പിന്നെ യാത്രയിൽ വായിക്കാതിരിക്കുക, മൊബൈൽ നോക്കാതിരിക്കുക. യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മൊബൈൽ നോക്കി കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഉടനെ തന്നെ തലവേദന സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തലവേദന എന്നുള്ളത്, തലനീരിറക്കം കൊണ്ടുവരുന്ന തലവേദന പൂർണ്ണമായിട്ടും ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് എടുക്കാറുണ്ട്, ആയുർവേദം ചെയ്യാറുണ്ട്, അലോപ്പതി ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നാച്ചുറോപ്പതി യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മളോട് അവർ പറയാതിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഒഴിച്ചിലോ അല്ലെങ്കിൽ എന്താ പറയുക തലയിൽ തളം വെക്കലോ അല്ലെങ്കിൽ വേറെ കുറേ ആയുർവേദിക്കിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അപ്പം നമുക്ക് സുഖം തോന്നും. അല്ലെങ്കിൽ നാച്ചുറോപ്പതി ചെയ്യുമ്പോഴും ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് സുഖം തോന്നും. അത് കഴിഞ്ഞ് നമ്മൾ മെഡിസിൻ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും വരാനായിട്ട് സാധ്യത കൂടുതലാണ്. കാരണം നീർക്കെട്ടുള്ള ശരീരത്തിൽ നമ്മുടെ ലൈഫ് ലോങ് നീർക്കെട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും.
അതുകൊണ്ട് തന്നെ ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പിന്നെ ഒന്ന് അറിയാനിരിക്കേണ്ടത്. നമുക്കിപ്പോൾ ഹാൻഡി മസാജർ വരാറുണ്ട്. നമുക്ക് ആ മസാജർ യൂസ് ചെയ്തുകൊണ്ട് ഈ പോർഷനിലൊക്കെ നമുക്ക് പെയിൻ തോന്നാം. തലവേദനയുള്ളവരുടെ അടുത്ത് നീർക്കെട്ട് കൊണ്ട് തലവേദന വരുന്നവരോട് ചോദിച്ചാൽ അറിയാം, നമുക്ക് ഈ ഭാഗത്തൊക്കെ തൊട്ടുമ്പോൾ നല്ല വേദന തോന്നാം. ഈ കൈയുടെ ഈ ഷോൾഡറിലേക്ക് വേദന കൂടി വരുന്നതായിട്ടൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ നമുക്ക് ഹാൻഡി മസാജർ യൂസ് ചെയ്തുകൊണ്ട് ആ ഭാഗത്തെ നീർക്കെട്ട് മാറ്റിക്കളയാനായിട്ട് പറ്റും. ഹാൻഡി മസാജർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ നീർക്കെട്ടുകളൊക്കെ മാറ്റിക്കളയാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞു, ഒരു 1-2 ആഴ്ച ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പെയിനൊക്കെ കുറയും മസാജ് ചെയ്ത് കഴിഞ്ഞാൽ, മസാജർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മളത് നിർത്തി വയ്ക്കാൻ പാടില്ല. നമ്മൾ ജീവിതത്തിൽ ലൈഫ് ലോങ് തുടരേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഇപ്പോൾ പോയി കഴിഞ്ഞാലും കുറച്ച് നാൾ കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ തന്നെ നീർക്കെട്ടുകൾ വരാം, നമുക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം ആദ്യം ശ്രദ്ധിക്കാം, നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ലൈഫ് ലോങ് നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മുൻപേ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി സമറൈസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു തരത്തിലുള്ള എണ്ണയും യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോർമലി നമ്മുടെ അടുത്ത് ചോദിക്കും, ഇങ്ങനെ തലമുടിയൊക്കെ ഇങ്ങനെ പാറി നിൽക്കില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ അകന്ന പല്ലുകളുള്ള ചീപ്പ് യൂസ് ചെയ്തിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ നന്നായിട്ട് അമർത്തി ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഹെയർ നോർമലി തന്നെ ഒരു ഓയിലി സ്ട്രക്ചറിലേക്ക് മാറും. ഞാൻ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തല നന്നായി തോർത്തി രാസ്നാദി പൊടി യൂസ് ചെയ്യുക എന്നുള്ളത്. അത് നെറുകയിലും പുറകിലും, കഴുത്തിന് പുറകിലും ആ ഒരു കുഴി ഉള്ളിടത്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കാര്യം നമ്മൾ ആവി പിടിക്കുക എന്നുള്ളതാണ്. ഫേസിൽ എത്ര സമയം ആവി പിടിക്കുന്നോ അത്രയും സമയം നമ്മൾ ഈ നെക്കിൻ്റെ സൈഡിലും കൂടി ആവി പിടിക്കുക എന്നുള്ളതാണ്. 4ാമത്തെ കാര്യം ഹെഡ്സെറ്റ് അധികം യൂസ് ചെയ്യാതിരിക്കുക. 5ാമത്തെ കാര്യം നമ്മൾ ദീവാൻ കോട്ട് അധികം യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കിടക്കാനോ ഉറങ്ങാനോ അത് യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പിന്നത്തെ ഒരു കാര്യം പറഞ്ഞത് മസാജർ വെച്ചുകൊണ്ട് നമ്മൾ മസാജ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഡെയിലി ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം ഒരു വട്ടം നമുക്ക് നീർക്കെട്ടുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ തലവേദനകളോ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ശരീരത്തിൽ വീണ്ടും നീർക്കെട്ടുകൾ വരാം. ഓക്കെ, ഒരിക്കലും നീർക്കെട്ട് വന്നിട്ടുള്ള ശരീരമാണ് നിങ്ങളുടേതെങ്കിൽ പിന്നെയും നീർക്കെട്ട് വരാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലവേദന വരുന്നത് തലനീർക്കം മൂലമാണെങ്കിൽ ഈ കാര്യങ്ങൾ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും തലവേദന എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മറ്റൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടി വരില്ല. ഇത് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പറയുന്നതാണ്, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ.